ബയോളജി എടുത്ത് പഠിച്ചിട്ട് MBBS ട്രൈ ചെയ്തിട്ട് അത് കിട്ടാതെ ACCA BCom പോകണോ എന്ന ചോദ്യത്തിന്റെ എൻ്റെ ഒരു മറുചോദ്യം ഇതാണ്. MBBS ആഗ്രഹിച്ച് ബയോസയൻസ് ആഗ്രഹിച്ച ഒരാൾ ഇനി ഈ പറഞ്ഞ കൊമേഴ്സിലേക്ക് മാറേണ്ടതുണ്ടോ? അതിന്റെ താഴെ കുറെ സാധനങ്ങൾ, അഗ്രികൾച്ചർ വരും, ഫിഷറീസ് വരും, വെറ്റിനറി വരും, ഫോറസ്ട്രി കിട്ടും നിങ്ങൾക്ക്, നീറ്റ് പെർഫോമൻസ് കൊണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ ജിപ്മറിലും എയിംസിലും നിങ്ങൾക്ക് നീറ്റിന്റെ റാങ്ക് വെച്ചുകൊണ്ട് തന്നെ ജിപ്മറിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ചേരാം. ജോലി കിട്ടുന്ന കുറെ 13-ലധികം കോഴ്സുകളുണ്ട്. നീറ്റ് പ്രിപ്പയർ ചെയ്ത ആൾക്ക് ആ നീറ്റിന്റെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് എയിംസിന്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് എയിംസിന്റെ കീഴിൽ 16 എയിംസിന്റെ കീഴിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. നീറ്റ് പ്രിപ്പയർ ചെയ്ത ആൾക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശരാവാതെ അവർക്ക് വേണമെങ്കിൽ നിപ്മഡ് പോലുള്ള 7ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോൺ ക്ലിനിക്കൽ മെഡിക്കൽ കോഴ്സുകൾ, ഏതൊക്കെയാണ് നോൺ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ ഏതൊക്കെയാ? ഫിസിയോതെറാപ്പി, ഓക്യുപേഷൻ തെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, വേറൊരെണ്ണം കൂടി ആരും ശ്രദ്ധിക്കാത്ത BPO എന്ന് പറയും. എന്താ? ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. കൃത്രിമ അവയവങ്ങൾ ഉണ്ടാക്കുക, എക്സ്റ്റേണൽ ഉണ്ടാക്കുന്ന ആളുകൾ, അതൊക്കെ ആക്കി മാറ്റാമെന്ന 4 തരം കോഴ്സുകൾക്ക് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതിന് CET കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാ പറയാ. ആ ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതി മെറിറ്റിൽ ഫിസിയോതെറാപ്പിയും ഓക്യുപേഷൻ തെറാപ്പിയും സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിയും പഠിക്കാം. ഐഷിന്റെ എൻട്രൻസ് എക്സാം എഴുതാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് മീൻസ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിക്ക് പോവാം. അതിന് പുറമെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതി പാസ്സായാൽ അതിൽ പാരാമെഡിക്കൽ ഫീസ് ഇല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളൊക്കെ, അപ്പൊ നീറ്റ് കിട്ടാത്ത ആള് അവിടെ സ്റ്റക്കായി എന്ന് വിചാരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ സമാന്തരമായ ഒരുപാട് കോഴ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് മെറിറ്റിൽ തന്നെ കിട്ടും. എന്നിട്ടും തൃപ്തി ആവുന്നില്ല എങ്കിൽ BCom ACCA എടുക്കാൻ തെറ്റില്ല.